ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ഡേ ആണ്. ഈ മന്ത് ലാസ്റ്റ് ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ട്രിപ്പിന് ഇടാനായിട്ട് കുറച്ച് ക്ലോത്ത്സ് ഒക്കെ പർച്ചേസ് ചെയ്യണം. അങ്ങനെ ഞാൻ ബ്ലൂ വാട്ടർ മോളിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ആദ്യം തന്നെ സാറയിലോട്ട് പോയി. അവിടെ ഒരു മാസീവ് സെയിൽ തന്നെ നടക്കുന്നുണ്ട്. അവിടുന്ന് അത്യാവശ്യം ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞാൻ നേരെ പോയത് സൂപ്പർ ഡ്രഗിലോട്ടാണ്. മെയിനായിട്ടുള്ള എയിം കൊറിയൻ സ്കിൻ പ്രോഡക്ട്സ് ആണ്. ലിൻഡിന്റെ ചോക്ലേറ്റ് കണ്ട ആർക്കാ ഒന്ന് വാങ്ങാൻ തോന്നാത്ത. വിശന്നപ്പോൾ നാന്തോസി പോയിട്ട് ചിക്കൻ കഴിച്ചെങ്കിലും മനസ്സ് ഫുൾ ഏസ്റ്റാമിൽ പോയിട്ട് മന്തി കഴിക്കണമെന്നായിരുന്നു. മന്തി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ മന്തി അങ്ങ് വാങ്ങിച്ച് കഴിച്ചേക്കണം. എന്നാൽ ഇപ്പം കഴിച്ച ഫുഡൊക്കെ ഒന്ന് ദഹിക്കണ്ടേ? ദഹിപ്പിക്കാനായിട്ട് നമുക്ക് കനേറി വഫ് വരെ ഒന്ന് പോയിട്ട് വരാം. അടിപൊളി ഒരു വ്യൂ ആണല്ലേ ഈ ഒരു പ്ലേസിന്. അവിടെ കൂടെ തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോൾ ഈ ഒരു കൊറിയൻ ബാർബിക്യൂ ഷോപ്പ് കണ്ടു. എല്ലാവർക്കും ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ മന്തി കഴിക്കണം എന്നുള്ള കൊതി കാരണം ഞങ്ങളതങ്ങ് ഉപേക്ഷിച്ചു. നാന്തോസിലെ ചിക്കൻ തയ്ച്ചപ്പോൾ ഞങ്ങൾ നേരെ ഇസ്റ്റാമിലോട്ട് വിട്ടു. അവിടെ ഒരു വലിയ ഏഷ്യൻ ഷോപ്പ് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് കയറി. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഏഷ്യൻ ഷോപ്പിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. എന്തായാലും അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി ഞങ്ങൾ നേരെ ദേ ചായക്കടയിലോട്ട് പോയി. മന്തി കൊതിച്ചാൽ വന്നതെങ്കിലും കൂടെ ബിരിയാണിയും പാൽക്കപ്പയും ഫിഷ് കറിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പർച്ചേസ് ചെയ്ത ക്ലോത്ത്സ് ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ.